गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 4-ാം അധ്യായമായ മായാദർശനത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നു. ശ്ലോകം: ആത്മാന സദാത്മാ സദിതി വിദ്യോതദേയയാ സൈവാ വിദ്യാ യഥാ രജ്ജു സർപ്പയോരയഥാർത്ഥദൃക്. ഒന്നുകൂടി: ആത്മാന സദാത്മാ സദിതി വിദ്യോതദേയയാ സൈവാ വിദ്യാ യഥാ രജ്ജു സർപ്പയോരയഥാർത്ഥദൃക്. അന്വയം: ആത്മാ ന സത്ത് അനാത്മാ സത്ത് ഇതി യയാ വിദ്യോതതേ സാ ഏവ അവിദ്യ യഥാ രജ്ജുസർപ്പയോഃ അയഥാർത്ഥദൃക്. അർത്ഥം: കയറിനെ സർപ്പമായി ദർശിച്ചതിൽ അത് സർപ്പം തന്നെയാണ് എന്ന് തെറ്റായ ധാരണ നിലനിൽക്കുന്നത് പോലെ അനാത്മാവായ ഈ പ്രപഞ്ചത്തെ സത്യമായും ആത്മാവിനെ ഇല്ലാത്തതായും തെറ്റിദ്ധരിക്കുന്ന മായയെ അവിദ്യ എന്ന് പറയുന്നു. വിദ്യാവിദ്യകളിൽ വിദ്യ ഉന്നതിയിലേക്കും അവിദ്യ അധോഗതിയിലേക്കും നയിക്കുന്ന അറിവുകളാണ് എന്ന് മുൻ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുകയുണ്ടായി. വിദ്യതേ എന്നാൽ ഉണ്ട് എന്നും ന വിദ്യതേ എന്നാൽ ഇല്ല എന്നും ആണർത്ഥം. ന വിദ്യതേ ഇതി അവിദ്യ, അതായത് ഇല്ലാത്തതിനെ സൂചിപ്പിക്കുന്നതാണ് അവിദ്യ. പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്ന് അസത്യ ദർശനമായ 3-ാം അധ്യായത്തിൽ പല ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടതാണ്. എങ്കിലും നമ്മുടെ അറിവിൽ ഇത് ഉള്ളതായി തന്നെ നിലനിൽക്കുകയാണ്. അതിനെ ഉള്ളതായിട്ട് നിലനിർത്തുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈ അവിദ്യയെ നിർമ്മാർജ്ജനം ചെയ്യാതെ പ്രപഞ്ചം മിഥ്യയാണ് എന്നും ആത്മാവാണ് സത്യം എന്നും ഉള്ള കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ടാവുകയില്ല. സർവവിധ സാംസാരികമായ ദുരിതങ്ങൾക്കും കാരണമായിട്ടുള്ളതും ഈ അവിദ്യയാണ്. യഥാർത്ഥത്തിൽ ഒരേ അറിവിൻ്റെ 2 രൂപങ്ങളാണ് വിദ്യയും അവിദ്യയും. ലൗകിക വിഷയങ്ങളെ കുറിച്ചുള്ള വിചാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന മനസ്സിൻ്റെ വാസനയാണ് അറിവിനെ അവിദ്യയാക്കി തീർക്കുന്നത്. അതുപോലെ വിഷയങ്ങളിൽ വിരക്തിയുണ്ടാക്കുന്ന അനുഭവങ്ങൾ അവിദ്യയിൽ നിന്നുള്ള മോചനത്തിന് നിദാനമായി തീരുകയും ചെയ്യും. വിദ്യയുടെ അഭാവം അവിദ്യ എന്നതുപോലെ അവിദ്യയുടെ അഭാവം വിദ്യയുമാണ്. രണ്ടറിവിനും കാരണമായ വസ്തുതയുണ്ട്. അവിദ്യയ്ക്ക് കാരണമായ വസ്തു പ്രപഞ്ചവും വിദ്യയ്ക്ക് കാരണമായ വസ്തു ആത്മബോധവുമാണ്. അതായത് 2 വിധത്തിലുള്ള അറിവും സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് രണ്ടും ഉപാധികളോട് കൂടിയ ആത്മജ്ഞാനം ഉപാധികളോട് കൂടിയതാകയാൽ ആത്മജ്ഞാനമല്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും മായയാണ് എന്ന് പറയുന്നത്. ആത്മാവ് ഉണ്ടെന്നുള്ള അറിവ് ആത്മാനുഭൂതിയാകുന്നില്ല. സർവ്വതും കളഞ്ഞ് ആത്മാവിൽ ലയിച്ച് ആത്മാവായി തീരുന്നതാണ് ആത്മാനുഭൂതി. അതുവരെയുള്ള എല്ലാ അവസ്ഥകളും മായയിൽ തന്നെയാണ്.
കർമ്മയോഗം, ജ്ഞാനയോഗം മുതലായവ അവിദ്യയെ ജനിപ്പിക്കുന്ന വാസനകളെ നിയന്ത്രിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വരുതിയിലാക്കാനുള്ള അഭ്യാസങ്ങളാണ്. മനസ്സ് എന്നത് തന്നെ മായയാണ്. അതിൻ്റെ മുൻപോട്ടുള്ള ആകർഷണത്തെ വിദ്യയെന്നും പിൻപോട്ടുള്ള ആകർഷണത്തെ അവിദ്യയെന്നും പറയാം. ഇവയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചായാതെ ഉള്ള സമമായ അവസ്ഥയിൽ മനസ്സ് ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ അവിദ്യയുടെ അഭാവം വിദ്യയും വിദ്യയുടെ അഭാവം അവിദ്യയും ആയിരിക്കും. ആത്മോപദേശശതകത്തിലെ 72-ാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നു: ക്രിയയൊരു കൂറിതവിദ്യ കേവലം ചിന്മയി മറുകൂറിത് വിദ്യ മായയാലേ നിയതമിതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞദ്വയ പരഭാവന തുര്യമേകിടുന്നു. ക്രിയയൊരു കൂറിതവിദ്യ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിനെ കർമ്മോന്മുഖമാക്കുന്ന മായയുടെ രൂപമാണ് അവിദ്യ എന്ന് മനസ്സിലാക്കാം. ലോകത്തുള്ള വസ്തുക്കളിലും വ്യക്തികളിലും നന്മതിന്മകൾ, ഗുണദോഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നീ ദ്വന്ദ്ഭാവങ്ങൾ ആരോപിച്ചുകൊണ്ട് ചിലതിനെ സ്വന്തമാക്കണമെന്നും ചിലതിനെ ദൂരീകരിക്കണം എന്നും ഉള്ള ചിന്തകളോടെ കാമക്രോധാദി വികാരങ്ങൾക്ക് വിധേയമായി ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നത് അവിദ്യയാണ്. മനസ്സിന് സുഖവും തൃപ്തിയും ലഭിക്കുന്നത് ഈ വിധ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് എന്ന ധാരണ മനുഷ്യനെ നിരന്തരം കർമ്മോന്മുഖനാക്കി നിലനിർത്തുന്നു. കേവലം ചിന്മയി മറുകൂറിത് വിദ്യ എന്ന് പറഞ്ഞതിൽ നിന്ന് വിദ്യ ഏകമായ ലക്ഷ്യത്തോടു കൂടിയതും ജ്ഞാനസ്വരൂപിയുമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. തുടർന്നുള്ള വരികളിലൂടെ ഗുരുദേവൻ പറയുന്നു: ഇവ ഇങ്ങനെ രണ്ടു പക്ഷമായി നിൽക്കുന്നെങ്കിലും ഇവയിൽ നിന്ന് അദ്വൈതബോധവും തുരീയാവസ്ഥയും നേടിയെടുക്കാൻ സാധിക്കും എന്ന്. തുരീയാവസ്ഥ എന്നാൽ ജീവാത്മാവിൻ്റെ 4ാമത്തെ അവസ്ഥയാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളെപ്പറ്റി മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. പ്രകൃതിയാൽ നിർമ്മിതമായിരിക്കുന്ന സ്ഥൂലദേഹത്തിലെ സ്ഥിതിക്ക് ജാഗ്രത അവസ്ഥയെന്നും സൂക്ഷ്മദേഹത്തിലെ സ്ഥിതിക്ക് സ്വപ്നമെന്നും കാരണദേഹത്തിലെ സ്ഥിതിക്ക് സുഷുപ്തി എന്നും പറയുന്നു. ഈ 3 ദേഹങ്ങളിൽ നിന്നും സ്വതന്ത്രമായി, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രകൃതിയുടെ പിടിയിൽ നിന്നും സ്വതന്ത്രമായി ആത്മാനുഭൂതിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് തുരീയാവസ്ഥ. വിദ്യാവിദ്യകൾ രണ്ടും ചേർന്ന് ഈ തുരീയാവസ്ഥ നേടി തരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? കണക്കധ്യാപകൻ തന്നിരിക്കുന്ന ചോദ്യത്തിൽ പല സംഖ്യകളുമുണ്ട്. പക്ഷേ അവയിൽ ഒന്നും ഉത്തരമായ സംഖ്യയില്ല. എന്നാൽ തന്നിട്ടുള്ള സംഖ്യകളെ ഉപയോഗിച്ച് ഉത്തരമായ സംഖ്യ എന്താണോ അതിനെ കണ്ടെത്താൻ കഴിയും. അതുപോലെ വിദ്യയെയും അവിദ്യയെയും ഉപയോഗിച്ച് അമൃതത്വം നേടാൻ സാധിക്കും. ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നു: വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവൻ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതാർന്നിടും. അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്യുന്നത് എങ്ങനെ എന്ന ഒരു ചോദ്യം ഉണ്ടാകാനിടയുണ്ട്. മുൻപ് അവിദ്യയാണ് എന്ന് പറയപ്പെട്ട വൈദിക കർമ്മങ്ങളും മറ്റും ചെയ്ത് പുണ്യം സമ്പാദിച്ച് മൃത്യുവെ തരണം ചെയ്യാൻ സാധിക്കുമെന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്ന്
ഇതിൻ്റെ അർത്ഥം എന്നൊരു സംശയം തോന്നാനിടയുണ്ട്. വേദവിദിതങ്ങളായിരിക്കുന്ന യജ്ഞങ്ങളും യാഗങ്ങളും എല്ലാം ഓരോ ആഗ്രഹങ്ങളെ മുൻനിർത്തി ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം മുൻ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കർമ്മണാ ബധ്യതേ ജന്തോർ വിദ്യയാതു പ്രമുച്യതേ എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. അതായത് കർമ്മങ്ങൾ എന്തായാലും അത് ലോകവുമായി ബന്ധിക്കുന്നതിനേ ഉതകുകയുള്ളൂ. ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് വിദ്യാവിദ്യകൾ രണ്ടും കണ്ട് അറിഞ്ഞവർക്ക് സാധ്യമാണ് എന്ന് പറയുന്നു. വിദ്യയുടെയും അവിദ്യയുടെയും ഫലം എന്താണ് എന്ന് മുൻ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിദ്യാബാധിതരായവർ ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെയാണ് എന്നും പറയുകയുണ്ടായി. വിദ്യയുടെ നിലവാരത്തിൽ ഉള്ളവർ സ്വയം ആത്മാവാണ് എന്ന് കരുതുന്നതുകൊണ്ട് അവർക്ക് മരണഭയമില്ല. എന്നാൽ ദേഹാഭിമാനികളായിരിക്കുന്ന അവിദ്യാബാധിതർ മരണമുണ്ടെന്നും വിശ്വസിക്കുന്നു. മരണശേഷം എന്താണെന്ന് അറിയാതെ പരിഭ്രാന്തചിത്തരാവുകയും ചെയ്യുന്നു. ഇത് രണ്ടും കണ്ടറിഞ്ഞവർ, അതായത് വിദ്യയുടെ ഫലവും അവിദ്യയുടെ ഫലവും രണ്ടും കണ്ടറിഞ്ഞവർ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? മരണം വേണോ അമരത വേണോ? ഇങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. കാരണം വിദ്യ എന്താണ് എന്ന് അറിയുമ്പോൾ തന്നെ അവിദ്യയിൽ ഉള്ള വിശ്വാസം ഇല്ലാതെയാകും. വിദ്യയുടെ നിലവാരത്തിൽ എത്തിയ ആളിൽ അവിദ്യയുടെ ലാഞ്ചന പോലും ഉണ്ടാവുകയില്ല. താൻ ആത്മാവാണ് എന്ന ബോധത്തിൽ ഉറച്ചു കഴിഞ്ഞു. അവിദ്യയുടെ നാശം വിദ്യയുടെ ജനനമാണ്. അതുപോലെ മരണത്തിൻ്റെ നാശം അമരതയുടെ ജനനവുമാണ്. അവിദ്യയെപ്പറ്റിയുള്ള അറിവ് മരണത്തിൻ്റെ കാരണത്തെപ്പറ്റിയുള്ള അറിവാണ്. രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ ശരിയായ ചികിത്സ ചെയ്ത് രോഗമുക്തി നേടാം. അതുപോലെ മരണത്തിൻ്റെ കാരണം അവിദ്യയാണ് എന്ന് കണ്ടെത്തലുകൊണ്ട് അവിദ്യയെ ഉപേക്ഷിച്ച് വിദ്യയെ പ്രാപിക്കുകയും വിദ്യയിലൂടെ അമൃതത്വത്തെ മരണമില്ലാത്ത നിത്യതയെ പ്രാപിക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃത ആർന്നിടുന്നത്. പ്രിയ പഠിതാക്കളെ, വേദാന്ത തത്വങ്ങളെക്കുറിച്ച് വേദാന്ത തത്വങ്ങൾ അത് വളരെ ദുർഗ്രാഹ്യമായ വിഷയമാണ്. നാം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള ഒന്നാണ്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം മനസ്സിലാകുന്നതോ ബോധ്യമാകുന്നതോ ആയ കാര്യമല്ല ഇത്. വേദാന്ത തത്വങ്ങൾ പല പ്രാവശ്യം ശ്രവിക്കുകയും വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്താലേ നമ്മുടെ ശ്രമം ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ എന്ന കാര്യം വിസ്മരിക്കരുത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.